നമസ്കാരം. അമ്മ മലയാളത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി പഠിക്കാം. കേരള പാഠാവലിയിൽ നമ്മൾ പൂക്കളും ആണ്ടറുതികളും എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇത് പറഞ്ഞു നിർത്തിയിരുന്നത്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആഘോഷങ്ങളും സ്വഭാവ സവിശേഷതകളും പൂക്കൾക്ക് നമ്മളുടെ ജീവിതത്തിലുള്ള സ്ഥാനം ഇതൊക്കെയാണ് പറഞ്ഞു പോയത്. താമരപ്പൂവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആണ്ടറുതികൾ എന്നുള്ളതിലാണ് നിർത്തിയത്. കേരളത്തിനുമുണ്ട് അതിൻ്റെതായ ആണ്ടറുതികൾ. ഓണം, വിഷു, തിരുവാതിര, അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ എന്താണ് ആണ്ടറുതികൾ എന്ന് പറഞ്ഞു? ഓരോ കാലത്തിലും പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് കൃഷിയായിരുന്നു മുഖ്യ, അല്ലെ? കൃഷി എന്നുള്ളത് ഒരു പ്രധാന ഉപജീവന മാർഗം, ജീവിത ഉപാധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയും നാള് പ്രകൃതിയുമായി ഇണങ്ങി തങ്ങളുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളെ ഒരുക്കൂട്ടുന്ന കർഷകര് അല്ലെങ്കിൽ ആ കർഷക കുടുംബങ്ങള് അവരുടേതായിട്ടുള്ള, നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ ഒരുപാട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് നമ്മളുടെ മൈൻഡും അതുപോലെ, അല്ലേ, മനസ്സും ശരീരവും ഒരുപോലെ റിലാക്സ് ചെയ്യുക, നമ്മൾ ഒരു ആശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. കുറേ നാളത്തെ മണ്ണിനോട് മല്ലടിച്ച്, അല്ലേ, കൃഷി എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ട് എന്ന് മാത്രമല്ല, വളരെ സൂക്ഷ്മമായിട്ട് ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാം തകിടം മറയും. വിളവൊക്കെ മോശമായി കഴിഞ്ഞാൽ ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്ന അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. അപ്പോൾ ആ ഒരു കൃഷിയുടെ ഓരോ കാലം കഴിയുമ്പോഴും ഓരോ വിളവെടുപ്പ് അത് കഴിയുമ്പോഴും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ചില ഒരുക്കങ്ങൾ നടത്തുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ഇടവം, മിഥുനം, കർക്കിടകമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ആ ചിങ്ങമാസത്തിൽ കൊയ്ത്ത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കഴിയുമ്പോൾ പിന്നെ അതുവരെയുള്ള ദുർഘടമായ മഴയും മറ്റ് പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം പിന്നിട്ട് ചിങ്ങം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു കാലാണ്. പ്രകൃതി മൊത്തം പൂവണിഞ്ഞ്, അല്ലേ, കൊയ്ത്ത് ഒക്കെ ഇല്ലം നിറ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ക്ഷേത്രങ്ങളിലൊക്കെ ഇല്ലം നിറ വല്ലം നിറ അതാണ്. അപ്പൊ ഇത്തരത്തില് ചില മാനസിക ഉല്ലാസങ്ങൾ, പിന്നെ അതൊരു കൂട്ടായ്മ, എല്ലാവരും ഒത്തുകൂടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നില് നമുക്ക് ഐതിഹ്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് പരസ്പരമുള്ള പങ്കുവെക്കല്, ഇങ്ങനെയുള്ള ചില നല്ല ലക്ഷ്യങ്ങൾ, നമ്മൾ പറയുന്ന ആ മാനവികത, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, പല ക്ലാസ്സുകളിലും പല പാഠഭാഗങ്ങളിലും പറയുന്നുണ്ട്, മാനവിക മൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ മൂല്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ആണ്ടറുതികൾ. അതുപോലെ തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകളെല്ലാം ഒന്നിച്ചു കൂടി അവരുടെ ആരോഗ്യത്തിനും ആനന്ദത്തിനും ഒക്കെ വേണ്ടി പരസ്പരം എല്ലാവരും സന്തോഷമായിട്ട്, അപ്പം അതൊരു ആണ്ടറുതി. ഇങ്ങനെ ഓരോ കാലത്തും അപ്പം ഇങ്ങനെയുള്ള ഒരു അധ്വാനത്തിൻ്റെ ഒരു കാലം കഴിയുമ്പോൾ വരുന്ന ആ ഒരു ചെറിയ ഒരു ബ്രേക്ക്, അങ്ങനെ പറയേണ്ടി വരും, അല്ലേ? വീണ്ടും ഒരു തുടക്കത്തിന് മുമ്പുള്ള ഒരാഘോഷം, അതിനെയാണ് നമ്മൾ ആണ്ടറുതി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓരോന്നിനും ഓരോന്നും പറയുന്നുണ്ട്. എന്താണ്? ഓരോന്നിനെയും പശ്ചാത്തലം,
വിഷു അധ്വാനത്തിൻ്റെയും ഓണം സമൃദ്ധിയുടെയും തിരുവാതിര സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെ? വീട്ടി പറയുന്നതാണ് കേട്ടോ. ഗ്രീഷ്മത്തിൽ വിഷു, ശരത്തിൽ ഓണം, ഹേമന്തത്തിൽ തിരുവാതിര. ഇങ്ങനെയാണ് ശാർങ്ങധര സംഹിതയിലെ നിർവചനം. ഓരോ കാലം ഋതുക്കളാണ് പറയുന്നത്. ഋതുക്കൾ ഏതൊക്കെയാണെന്നറിയാലോ അല്ലേ? വർഷം, ഗ്രീഷ്മം, ശരത്ത്, ഹേമന്തം, ശിശിരം, ഇങ്ങനെ 6 ഋതുക്കളെ പറയുന്നുണ്ട്. വസന്തം. അപ്പൊ ഇനി എന്താണ് നോക്കൂ. മുണ്ടകൻ കൊയ്ത് നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ മുണ്ടകൻ കൊയ്ത്ത് അല്ലേ, മുണ്ടോൻ പണിയ, പുഞ്ച, ഇങ്ങനെ ഓരോ കൃഷിക്ക് ഓരോ കാലത്ത് പണ്ട് ഓരോ ഇത് കഴിയുമ്പോഴും അടുത്തത് ഒരു പൂവ് ഇരുപൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ആൾക്കാർ. ഒരു പ്രാവശ്യം കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അത് വീണ്ടും നിലം ഒരുക്കി. അപ്പോൾ ഓരോ കാലത്തും, അപ്പോൾ അതൊക്കെയാണ് ഈ ഓരോ കാലഘട്ടങ്ങളിലും കടന്നു വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഓരോ രീതിയാണ് പറയുന്നത്. ഇവിടെ മുണ്ടകൻ കൊയ്താൽ നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷക ഹസ്തം സ്വതന്ത്രമായി. ഹസ്തം എന്ന് വെച്ചാൽ കയ്യ. കർഷകര് അവരുടെ വലിയൊരു ജോലി കഴിഞ്ഞു. വൈക്കോലൊക്കെ അല്ലേ, തുറുടുക എന്നൊക്കെ പറയും. പണ്ട് കാലത്താണ്, ഇപ്പോഴും അറിയുന്നവരുണ്ടാവും. വൈക്കോലൊക്കെ ഉണക്കി അതൊക്കെ തല്ലി. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈക്കോല് ഉണക്കി കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ മെഷീനൊന്നും അല്ലല്ലോ, ആൾക്കാർ തന്നെയാണ്. പാടത്തുനിന്ന് കൊയ്ത് കറ്റ കെട്ടുക എന്നാണ്, ചിരുട്ടുക എന്നാണ് പറയുക. ഓരോ ഇത് കെട്ടുന്നതാണ് ചിരുട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ 5-10 എണ്ണം കൂട്ടി ഒരുമിച്ച് കെട്ടി വലിയ ചുമടാക്കുന്നതിനാണ് കറ്റ കെട്ടുക എന്ന് പറയുക. അത് തലച്ചുമടായിട്ടാണ് ആ വീടുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥാനത്ത് അവരുടെ ചിരുട്ടുകൾ ഇങ്ങനെ വട്ടത്തിൽ വെച്ച് ഉയരത്തിൽ വെച്ച് അത് മെതിച്ചിട്ടാണ് നെല്ലെടുക്കുന്നത്. കാലുകൊണ്ട് ചവിട്ടി പലതരത്തിലുണ്ട്. ചില ഭാഗങ്ങളിൽ വടി കൊണ്ട് ഇങ്ങനെ തല്ലുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ നെല്ലൊക്കെ എടുത്ത് അതൊക്കെ വൃത്തിയാക്കി, പണ്ട് പൈസയുമല്ല, കൂലി നെല്ല് തന്നെയാണ് കൊടുക്കുക. ഇത്ര പറ നെല്ല് ഒരാൾ കൊയ്ത് മെതിച്ച് വൃത്തിയാക്കി കൊടുത്താൽ അതിന് ഇത്ര നെല്ല് കൂലി. 10 പറയാണെങ്കിൽ 1 പറ കൂലി, അങ്ങനെയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈക്കോലൊക്കെ പറമ്പിൽ സൂക്ഷിക്കുമ്പോൾ വൈക്കോല് തല്ലാൻ ആൾക്കാർ വരും. കാലത്തിൻ്റെ ആ ഒരു മാറ്റമാണ് കേട്ടോ. വൈക്കോല് വീണ്ടും തല്ലും ആൾക്കാർ വന്നിങ്ങനെ വലിയ മുളവടി കൊണ്ട്. അങ്ങനെ തല്ലുമ്പോൾ അതിൽ നിന്ന് നെല്ല് കിട്ടും. അപ്പം എന്താ വെച്ചാൽ ആ വൈക്കോലൊക്കെ നല്ല ഇങ്ങനെ സ്മൂത്താവും, നല്ല ഇങ്ങനെ അത് കുഴന്താവും. മറ്റേ ബലമൊക്കെ പോയി അത് ഉണക്കി വലിയ തുറുവായിട്ട് ചവിട്ടി കാലൊക്കെ കുഴിച്ചിട്ട് അത് വലിയ ഉയരത്തിലേക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. വൈക്കോൽ തുറു അതിന്ന് വലിച്ചെടുത്തിട്ടാണ്. നനയൊന്നുമില്ല അതിൻ്റെ ഉള്ളിലൊന്നും. പുറത്തേക്ക് കൂടെ വെള്ളം എത്ര വീണാലും നനയൊന്നുമില്ല, ഉള്ളിലേക്കൊന്നും നനവ് പറ്റില്ല. അതിൽ നിന്നാണ് അപ്പോൾ പശുക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള നാൽക്കാലികൾക്കുള്ള ഭക്ഷണം. ഇങ്ങനെ ഓരോന്ന് സംഭരിക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ കർഷക ഹസ്തം സ്വതന്ത്രമായി പുതുമഴ പെയ്ത് മണ്ണ് കുളിർക്കുന്നത് വരെ അവരുടെ ഹൃദയം വിശ്രമത്തിനും വിനോദത്തിനും ദാഹിക്കുകയായി. പുതുമഴ പെയ്ത്, അതായത് വേനൽക്കാലം നമ്മൾ പറയില്ലേ, മേടൊക്കെ കഴിയാറാവുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇടവമാസമൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്ത് മണ്ണിൻ്റെ ആ ഒരു മണം, പുതുമണ്ണിൻ്റെ മണമൊക്കെ വരിക എന്ന് പറയൂലേ, അതാണ് പറയുന്നത്. ചാമുണ്ടിക്കാവിൻ്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളയ്ക്കുള്ള കളിവിളക്കു നാട്ടലാണ്. അതായത് ആ ഒരു സമയം, കുങ്കുമം എന്ന് പറയുന്നത് ഒരുതരം പൂക്കൾ പൊടിയായിട്ടുണ്ടാവുക, അതിങ്ങനെ നിലത്ത് പരന്നു കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അത് പൂക്കുന്നത് കളിവിളക്ക് നാട്ടിലെ കഥകളിയുടെ ഒരു ചടങ്ങാണ്. കഥകളിക്ക് വലിയ വിളക്ക്, ഒരാളെക്കാട്ടിലും ഉയരത്തിലുള്ള വിളക്ക് കൊളുത്തി വയ്ക്കും. അതാണ് കളിവിളക്ക്. അപ്പോൾ അവിടെ അന്ന് കഥകളിയുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഒരു സൂചന നൽകലാണ്. അതുപോലെ ഇവിടെ ഈ കുങ്കുമ പൂത്ത് കഴിഞ്ഞാൽ ആ ഉത്സവക്കാലമായി എന്നുള്ള ഒരു സൂചനയാണ്. ഉത്സവം, വേല, പൂരം, ഇങ്ങനെ കേരളം മുഖരിതമാവുകയായി. ഈ ഋതു വേനൽ ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞുമായുന്നു അല്ലേ. നമുക്കറിയാം, ഒരു ജനുവരി, അതായത് മകരമാസമൊക്കെ ആവുമ്പോഴേക്കും
ജനുവരി പകുതി കഴിഞ്ഞ് ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കാണ് ഉത്സവക്കാലം തുടങ്ങും ധാരാളമായിട്ട്. പൂരം, മേല, ആഘോഷങ്ങളൊക്കെ എല്ലാ അമ്പലങ്ങളിലും അല്ലേ. അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് നിറയുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു ഋതു എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉത്സവം, വേല എന്ന് സാധാരണ ഭഗവതി അമ്പലങ്ങളിലെ ആഘോഷങ്ങൾക്കാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് ഒരു കാലമാണ്. അപ്പൊ അടുത്ത മഴയൊക്കെ പെയ്ത് പാടവും അല്ലെങ്കിൽ കൃഷിഭൂമിയൊക്കെ തയ്യാറാക്കുന്നത് വരെ അവര് ഇത്തരത്തിലുള്ള മാനസികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി സമയം നീക്കിവെക്കും. മേടം മുതൽ ശരത്ത് ആരംഭിക്കുകയാണ്. അതിൻ്റെ കൊടിനാട്ടൽ എന്ന പോലെ ശബളാഭമായ കണിക്കൊന്ന അരങ്ങേറി വരുന്നു. വിത്തും കൈക്കോട്ടും എന്ന് വിഷുപക്ഷി ഉറങ്ങുന്ന കർഷകരെ വിളിച്ചുണർത്തുന്നു. പുതുവർഷത്തിൽ ചാലുകീറി വിളവിറക്കാൻ കർഷകർ മുന്നോട്ട് വരുന്നു. ഭൂതകാലത്തിന്റെ അന്ധതയിൽ നിന്നും നവോത്ഥാനത്തിന്റെ ആദ്യ കിരണങ്ങൾ കണി കണ്ട് അവൻ ഉണരുന്നു. പണ്ട് ഈ വിഷു എന്ന് പറയുന്നതാണ്, മേടം 1 എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ വിഷു ആണ് പുതുവർഷമായിട്ടൊക്കെ ആഘോഷിച്ചിരുന്നത്. അപ്പം ആ സമയത്ത് നിങ്ങൾക്കറിയിക്കണം, വിഷുവിന് പ്രധാനമാണ് പണ്ട് കാലത്തൊക്കെ വിഷുക്കഞ്ഞി, പുതിയ നെല്ല് കുത്തി അതുകൊണ്ട് കഞ്ഞി വെക്കുക എന്നുള്ളതൊക്കെ വളരെ പുന്നെല്ല് എന്നാണ് പറയുക. അപ്പം അങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ആ ഒരു ഓരോ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. ഇനി കണി കാണുക എന്നുള്ള ചടങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ. ഉരുളിയിലൊക്കെ എന്തൊക്കെയാ വെക്കുക നമ്മൾ? കണിക്കൊന്ന, കണി വെള്ളരിക്ക, നാളികേരമുറി, ഉണക്കലരി, വെറ്റില, അടയ്ക്ക, വാൽക്കണ്ണാടി, സ്വർണം, രാമായണ ഗ്രന്ഥം അല്ലേ, അലക്കിയ വസ്ത്രം. ഇങ്ങനെ പുതുവർഷത്തിൽ ആസ്വദിക്കേണ്ട ഭൗതികവും വൈദികവുമായ സാധന സാമഗ്രികൾ കത്തുന്ന നിലവിളക്കിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. പുതുവത്സരപ്പിറവിയിൽ ഒരുക്കുന്ന ഈ കണി കണ്ടിട്ടാണ് കർഷകർ നിർവൃതിയടയുന്നത് അല്ലേ. അവനോടൊപ്പം സസ്യശ്യാമളമായ പ്രകൃതിയും ഇടവപ്പാതിക്ക് കിഴക്കൻ കാർ ഉയരുന്നതും പുതുവർഷം പൊഴിയുന്നതും അവൻ കാത്തിരിക്കുകയായി. കണി കാണുന്നത് നല്ല വസ്തുക്കൾ കാണുക എന്നുള്ള ലക്ഷ്യമാണ് അല്ലേ. അരി, നെല്ല്, അഷ്ടമംഗല്യം അല്ലെങ്കിൽ വാൽക്കണ്ണാടി, അലക്കിയ വസ്ത്രം, വെള്ളരിക്ക, ഒന്ന് നോക്കൂ, പിന്നെ ചക്ക, മാങ്ങ, അങ്ങനെയുള്ള ആ കാലത്ത് കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫലങ്ങൾ. പിന്നെയൊക്കെ ഇപ്പോൾ ആൾക്കാർ ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും മുമ്പൊന്നും ഇല്ല. അതൊക്കെ നമ്മളൊരു ആർഭാടത്തിനും കൂടി വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ കേരളത്തിലെ ഒരു കണി കാണുന്ന വെള്ളരിക്ക, അതുപോലെ ചക്ക, മാങ്ങ, നാളികേരം, ഇങ്ങനെയുള്ള നമ്മളുടെ അവിടെ കിട്ടുന്ന വസ്തുക്കളാണ് പ്രധാനമായിട്ടും നമ്മൾ കണിയിലേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ അപ്പം കണി കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രതീക്ഷയാണ്, അതൊരു ഒരുക്കാണ്. അതായത് ഇനി വരുന്നത് ശുഭപ്രതീക്ഷ. നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? നല്ല പ്രതീക്ഷകളാണ് അല്ലേ, നിരാശയല്ല. അപ്പം ആ പ്രതീക്ഷയാണ് ഈ കണി കാണലിൻ്റെ പിന്നിൽ. നല്ല ഒരു നാളെ ഉണ്ടാകും, അധ്വാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, ജീവിത വിജയത്തിൻ്റെ ഒക്കെ ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ, അതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ള ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം എന്താണ് പിന്നെ ഓണത്തെ കുറിച്ചാണ് പറയുന്നത്. കർക്കിടക സംക്രാന്തി മുതൽ അതിൻ്റെ ഒരുക്കം തുടങ്ങുന്നു. വിചാരങ്ങളുടെയും വൃത്തിഹീനതകളുടെയും ശുദ്ധീകരണമാണ് ഇതിന് പ്രധാനം. ചേട്ടയെ കളയുക എന്ന ഈ ചടങ്ങിൽ സാനിറ്ററിയുടേതായ ഒരു ഔപചാരികതയുണ്ട്. അന്നെങ്കിലും നാലുകെട്ടിൻ്റെ ഉള്ളിൽ കണ്ണും കയ്യും ചെല്ലാത്ത സ്ഥലമുണ്ടാവില്ല. അശണ്ടകളെല്ലാം ഒരു പൊട്ടക്കലത്തിൽ ശേഖരിച്ച് ഒരു സ്ത്രീ അതേറ്റി ചൂലും ചാണകവെള്ളവുമായി പടിപ്പുറത്തെറിയുമ്പോൾ ചേട്ടേ പോ എന്നട്ടഹസിക്കും. അങ്ങനെ ചേട്ട പുറത്തും ശ്രീ അകത്തും, ശ്രീ ഭഗവതി അകത്തും എന്ന സങ്കല്പത്തിൽ കർക്കിടകത്തിലേക്ക് കടക്കുകയായി. ഇത് വിശ്വാസത്തിൻ്റെ പുറത്താണ് പറയുന്നതെങ്കിലും പണ്ട് കാലത്ത് ഇതൊരു ശുചിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. പലതും വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ നമ്മൾ ചെയ്യും അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളോട് പറയൂലോ, നിങ്ങളോടൊക്കെ കുട്ടികളോട് ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും അങ്ങനെ പറയണ്ടാവില്ല, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കും
പണ്ടൊക്കെ പറയും കാലാട്ടാൻ പാടില്ല, കട്ടിലുമ്മയൊക്കെ കയറി നമ്മൾ കാലാട്ടുമല്ലോ, കാലിങ്ങനെ ആട്ടും. കുട്ടികളാകുമ്പോൾ കാല് നിലത്തെത്തില്ല. പിന്നെ പണ്ടത്തെ കട്ടിൽ ഇപ്പോഴത്തെ കട്ടിൽ പോലെയില്ല, ഉയരം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കാലാട്ടുമ്പോൾ ഉടനെ പറയേ കട്ടിലുമ്മ ഇന്ന് കാലാട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ അതൊരു ദോഷമാണ് എന്നാണ്. നമ്മൾ അങ്ങനെയായ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയമാവും, ഒരു ചെറിയൊരു അയ്യോ എന്താണാവോ പിന്നെ നമ്മളത് ചെയ്യും. അതിൻ്റെ പിന്നിലൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കാര്യം, പണ്ട് കാലത്ത് പൊട്ടുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ വെക്കുന്നുണ്ടാവും. അതുമ്പോൾ കാല് കൊണ്ട് അത് നാശമാവുക എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ വെറുതെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഊർജം നഷ്ടപ്പെടും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മളെ ഒരുപക്ഷെ അതിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ തിരിച്ച് ചോദിക്കാനായിട്ട് മുതിരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇവിടെ പണ്ട് കാലത്ത് ഈ തരത്തിലെ പണ്ടത്തെ വീടുകൾ എന്ന് പറയുന്നത് ഓട് വീടുകളൊക്കെയാണ്, തട്ടൊക്കെ ഇട്ടിട്ടുള്ള വലിയ വീടുകളാണ്. അപ്പോൾ അതിലെ മാറാലയൊക്കെ പിടിക്കും, പൊടി പിടിക്കും. പ്രത്യേകിച്ചും മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും, വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് ചൂടെങ്കിലും ഉണ്ട്, മഴക്കാലം ആകുമ്പോൾ ഈർപ്പം ഒക്കെ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമതകളുണ്ട്. പിന്നെ പ്രത്യേകിച്ചും അന്തരീക്ഷം അങ്ങനെയായി മാറും. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു മാസം മിഥുനം കഴിയുന്നതോടുകൂടി വീട് മൊത്തത്തിൽ വൃത്തിയാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശുചീകരണമാണ് നടക്കുന്നത്, ശുചിത്വം എന്നുള്ള രീതിയിൽ അല്ലേ. മുക്കും മൂലയൊക്കെ അടിച്ച് ഒരു പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയാക്കി അല്ലേ. അതാണ് ഇപ്പോൾ നമ്മൾ സാനിറ്റൈസ് ചെയ്യുക, സാനിറ്ററി അല്ലെങ്കിൽ സാനിറ്റൈസറിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു ശുചിത്വമാണ് ചുറ്റുപാട്. പൊട്ടിയതും പഴയതും പൊളിഞ്ഞ ഒന്നും, പണ്ടൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള കലങ്ങൾ അങ്ങനത്തെ ഉപയോഗിക്കുക ആൾക്കാർ ഒരുപാടുണ്ടാവും ഒരു വീട്ടിൽ. അപ്പോൾ ഒരു റിഫ്രഷ് ചെയ്യുന്ന ഒരവസ്ഥ, ശുചീകരിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റുപാടൊക്കെ അടിച്ച് വൃത്തിയാക്കി തീയൊക്കെ ഇട്ട് അതായത് അണ്ടശണ്ടകളൊക്കെ എല്ലാം കൊണ്ട് പുറത്ത്. പിന്നെ പണ്ട് പുറത്തത് കളഞ്ഞാലും അത് പരിസ്ഥിതിക്ക് ദോഷമില്ല, കാരണം മണ്ണിൽ ലയിക്കുന്ന സാധനങ്ങളാണ് ഉള്ളത്. മൺകലം, അതുപോലെ ഈർക്കിളിച്ചൂല്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളയുമ്പോൾ അതിന് മറ്റ് ദോഷവശങ്ങളും ഇല്ല, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ശുചിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന. അപ്പം തന്നെ ഐശ്വര്യം വരും അല്ലേ. അതായത് അസുഖങ്ങൾ ഉണ്ടാവില്ല, ആരോഗ്യം നന്നായിട്ടിരിക്കും. പിന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സാധാരണയായിട്ട് നമ്മൾ എന്താവും, സന്തോഷിക്കും. നല്ല അഴുക്ക് പിടിച്ച് പൊടിയും പിടിച്ച് ചവറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടിരിക്കുക, നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഒക്കെ പറയൂല്ലേ. അപ്പം നമ്മുടെ മനസ്സെന്തായി, ഡൗൺ ആവും. നമ്മൾ മാനസികമായിട്ട് നമ്മൾ വളരെ ഒരു അസ്വസ്ഥത. നേരെ മറിച്ച് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നല്ല പുൽത്തൈലൊക്കെ ഒഴിച്ച് തുടച്ച് നല്ല നീറ്റായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയിരിക്കണം. നല്ല അന്തരീക്ഷത്തിലാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് ഒരാശ്വാസം. അത് നമ്മളുടെ പ്രവർത്തികളെയും ബാധിക്കും. അപ്പം മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ഇനി ക്ഷാമകാലം, കർക്കിടകം എന്ന് പറയുന്നത് എപ്പോഴും ദുർഘടമാണ് അല്ലേ. എല്ലാം കൃഷിപ്പണിക്കൊക്കെ ഇറക്കി, കയ്യിലൊന്നും ഉണ്ടാവില്ല, എല്ലാം ചെലവിട്ട് പത്തായം കാലിയായി, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കൊയ്ത്തായിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാവാനായിട്ട്. അതാണ് താളും തകരയും മുമ്മാസം എന്ന് പറയുന്ന കാലാണ് അല്ലേ. പറമ്പിലുണ്ടാകുന്ന താളും തകരയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലാണ്. പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലവർഷവും അന്നുണ്ട് ഈ ഒരു ഭയം അല്ലേ. കരിയിട പേർന്ന കണ്ടങ്ങളിൽ വിരിപ്പുവിള കാറ്റാടി നിൽക്കുകയാണ്. കരി കലപ്പ കണ്ടില്ലേ, ഇങ്ങനെ മണ്ണിൽ കൂടെ ഉഴുത് മറയ്ക്കുന്നത്. കണ്ടങ്ങൾ എന്ന് വെച്ചാൽ എന്താ, കൃഷി സ്ഥലങ്ങൾ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ തിരിച്ചു കണ്ടില്ലേ, വരമ്പ് വെച്ചിട്ട് ആണ് കണ്ടം എന്ന് പറയുന്നത് കേട്ടോ. വിരിപ്പ് പണ്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ നെല്ല് ഇനങ്ങൾ തന്നെയുണ്ട് മഴക്കാലത്ത് ആ സമയത്ത് കൃഷി ചെയ്യുന്നത്. അത് വെള്ളം വരുമ്പോൾ അത് വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ പൊങ്ങും, മുങ്ങിപ്പോവില്ല. അങ്ങും ഉണ്ട്. നോക്കി നോക്കൂ, എത്ര നിശ്ചിതമായിട്ടാണ് ആൾക്കാർ ഈ കൃഷിയൊക്കെ ചെയ്തിരുന്നത്.
പുതുനെല്ലിന്റെ മണവും പൊന്നിൻ ചിക്കത്തിന്റെ പിറവിയും സ്വപ്നം കണ്ട് ഈശ്വര വിചാരത്തിലും ഇലക്കറി ഭക്ഷണത്തിലും ഒഴുകി ദിനരാത്രങ്ങൾ നീക്കും. അങ്ങനെ നാളും തീയതിയും നീങ്ങവേ ഒരു നാൾ തൊഴുത്തിൻ പുറത്ത് മത്ത പൂ വിരിഞ്ഞ് കാണും. പണ്ടൊക്കെ തൊഴുത്തിൻ്റെ പിന്നിലാണ് കേട്ടോ ഈ മത്ത കൃഷി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ, അതായത് ചാണകക്കുഴിയൊക്കെയുള്ളതിൻ്റെ അപ്പുറത്തെ, അപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും അവിടെ. അപ്പോൾ അവിടെയൊക്കെ വിത്ത് കുത്തിയിട്ട് കഴിഞ്ഞിട്ട് തൊഴുത്തിൻ്റെ മുകളിലേക്ക് ഓലയൊക്കെ ഇരിക്കും, ചിലതിരിക്കും ചിലതൊക്കെ ഓട്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് പടർത്തി വിടും. അപ്പോൾ അതിൻ്റെ മുകളിലാണ് മത്ത ഉണ്ടായി കിടക്കുക. ഒന്നും ചെയ്യണ്ട, തന്നെത്താൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇല ഉപയോഗിക്കാം, അതിൻ്റെ മത്തങ്ങ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെന്താണ്, പിന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ നിങ്ങൾക്കറിയാമല്ലേ ദശപുഷ്പത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാണാം നമുക്ക് ദശപുഷ്പം ഇല്ലേ. മുക്കുറ്റി, തിരുതാളി, കഞ്ഞുണ്ണി, വിഷ്ണുക്രാന്തി, പിന്നെന്താണ് നിലപ്പന, ഉഴിഞ്ഞ അല്ലേ, അങ്ങനെ അങ്ങനെ കറുക, ചെറുള, നിലപ്പന, ഇങ്ങനെ പോടും ഇല്ലേ. അപ്പോൾ അതുപോലെ പത്തല വയ്ക്കും പണ്ടുള്ളവർ. ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല, താളിൻ്റെ ഇല, തകരയുടെ ഇല, പയറിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞ് നെയ്യുണ്ണി എന്നൊക്കെ പറഞ്ഞുള്ള ഇലകൾ. അപ്പോൾ ആ രീതിയിലാണ് ഭക്ഷണവും ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യത്തെയും കൂടി സംരക്ഷിക്കാനായിട്ട് അങ്ങനെ ഓണത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയിലേക്ക് നീങ്ങാണ്. വട്ടൻ്റെ ചുണ്ട് ചുവന്നാൽ അത്തം മുറ്റത്തെത്തും. വട്ടൻ എന്ന് അതൊരു നെല്ല് വിത്തിൻ്റെ പേരാണ് കേട്ടോ. ആ നെല്ലിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നെല്ലുമണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ പാല് പോലെ ആദ്യം വരിക, വെളുത്തിട്ട് അതിങ്ങനെ വെള്ളം പാലിട്ട് പിന്നീടാണ് അത് ഉറയ്ക്കുമ്പോഴാണ് അത് അരിയായിട്ട് മാറുക. അപ്പം അതിങ്ങനെ പാകമായി വരുന്ന ആ ഒരു സമയമാണ് പറയണത്. കിടാങ്ങൾ പൂവേ പൊലി എന്നാർത്ത് കൂവിക്കൊണ്ട് പൂവട്ടിയുമായി കാടും മേടും തേടി വീട്ടുമുറ്റത്ത് പൂവിടുന്ന ചടങ്ങിന് സവിശേഷ പ്രാധാന്യമുണ്ട്. അങ്ങനെ പൂക്കളുടെ ഉത്സവമായി തീരുന്നു ഓണം. ഓണക്കാലം അത്തം തൊട്ട് 10 ദിവസം വരെ അല്ലേ. ഇന്നൊക്കെ നമ്മൾ പൂ വാങ്ങിയിരുന്നു, പണ്ട് അങ്ങനെയല്ല. പ്രധാനമായിട്ട് തുമ്പ, മുക്കുറ്റി, പിന്നെ വേലിക്കലുണ്ടാകുന്ന കൊങ്ങണി, കോളാമ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൂക്കളൊക്കെ കുട്ടികളെല്ലാം കൂടി പൂവറുത്ത് മുറ്റത്തൊരു പൂത്തറയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂവിടുക. എന്നിട്ട് പിന്നെ തൃക്കാരപ്പനെയൊക്കെ വെച്ച് കുറേ ചടങ്ങുകളെല്ലാം ഉണ്ട്, നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ ഓണം കടന്നു വരികയാണ്. തൃക്കാക്കരത്തേവർ സമ്പൽ സമൃദ്ധിയുടെ ദേവതാത്മാവും കേരളത്തിൻ്റെ പരദൈവവുമാണ്. തൃക്കാക്കര തേവർ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര അപ്പൻ എന്ന് വെച്ചാലാണ് വാമനമൂർത്തിയാണ് അല്ലേ. വാമനന്റെ കഥ നമുക്കറിയാം. മഹാബലിയെ പാതാളത്തിലേക്കല്ല കേട്ടോ, സുതലത്തിലേക്ക് ഉയർത്തി എന്നൊക്കെയാണ്. പിന്നെ പോട്ടെ, അതിപ്പോൾ പറയണ്ട, നമ്മൾ ചവിട്ടിത്താത്തി എന്നൊക്കെയാണ് പറയുക അല്ലേ. അങ്ങനെയല്ല, അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് എന്നൊക്കെ കഥകളുണ്ട്. കർക്കടക തിരുവോണം മുതൽ ചിങ്ങത്തിരുവോണം വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അല്ലേ. എന്താണ് പിള്ളേരോണം എന്ന് പറഞ്ഞുകൊണ്ട് തകഴിയുടെ ഒരു പാഠമുണ്ടല്ലോ അല്ലേ. അതിൽ പറയുന്നത് പൊട്ടിപ്പുറത്ത് ശിബോധി അകത്ത് എന്നാണ് തോന്നുന്നു പാഠത്തിന്റെ പേര്. അതില് പറയുന്നുണ്ട്, അതായത് കർക്കിടക മാസത്തെ തിരുവോണം തൊട്ട് പിള്ളേരോണം എന്നാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയില് ആ ഒരു മാസക്കാലം അടുത്ത തിരുവോണം ചിങ്ങത്തിരുവോണം എന്നുള്ള പ്രതീക്ഷ. അപ്പൊ അന്ന് തൊട്ടേ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. വെച്ചാൽ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഒരുക്കങ്ങളാണ് അവിടെ പ്രധാനം. പിന്നെ അറിയാം നമുക്ക് തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവവും അത്തച്ചമയം ഇപ്പൊ ഒന്നുമില്ല, ഈ കൊല്ലമൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട്. കാരണം എന്താണ്, കൊറോണ കാലം അല്ലേ. അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ അതിൻ്റെ ഒരു സങ്കല്പം നമുക്ക് പച്ചമണ്ണുരുട്ടി ഓരോരുത്തരും സ്വന്തമായിട്ട് നമ്മൾ അമ്പലങ്ങളിൽ പോയി തൊഴുന്നു. അങ്ങനെയൊക്കെ ഉള്ളതിനെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ നമ്മളെ അർപ്പിച്ചും കൊണ്ട് പൂജിക്കുകയാണ് അല്ലേ. തൃക്കാക്കരപ്പനെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ആ ഒരു നന്മയ്ക്കും ഐശ്വര്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രകൃതിയും അതുപോലെ അണിഞ്ഞൊരുങ്ങി പൂക്കളൊക്കെ ആയിട്ട് ഒരുങ്ങാണ്. ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിച്ചും ആരോഗ്യത്തിന് വേണ്ടി ആഹ്ലാദിച്ചും ശീലിച്ചിട്ടുള്ള കർഷകർക്ക് ഓണം ഒരു ഉത്സവമാണ്. തടസ്സങ്ങളും തകരാറുകളും തട്ടിത്തടഞ്ഞ് കടന്നുപോകുന്ന അവരുടെ ജീവിതത്തിൽ ഓണം ഒരു വഴിത്താവളം തന്നെയാണ് അല്ലേ. മണ്ണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതി, നമ്മൾ ചിലപ്പോൾ മഴ ഉണ്ടാവില്ല, ചിലപ്പോൾ മഴ കൂടും, ചിലപ്പോൾ കടുത്ത വെയില്, ഒന്നിനെ നമുക്ക് ഇന്ന് മഴ പെയ്യട്ടെന്നോ ഇന്ന് വെയിൽ ഉദിക്കട്ടെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം പ്രകൃതിയുടെ ശക്തികളാണ്. അപ്പം അതിനനുസരിച്ച് നീങ്ങാനേ പറ്റുള്ളൂ.
അപ്പോൾ ആ ഒരു ചിന്തകൾ, കൃഷി വിളവെടുക്കുന്നത് വരെ ആ കർഷകന്റെ മനസ്സെന്ന് പറയുന്നത് അത് എടുത്ത് പത്തായത്തിൽ നെല്ലെത്തുന്നത് വരെയുള്ള ചിന്തകൾ, അധ്വാനം, അവൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. തുലാവർഷം കഴിഞ്ഞ് വൃശ്ചികക്കാറ്റടങ്ങി മഞ്ഞു വീണു ഇല കൊഴിഞ്ഞ ഹേമന്ത ഋതുവിലെ ഉത്സവമാണ് തിരുവാതിര. മഞ്ഞൊക്കെ വീഴുന്ന സമയത്താണ്, ധനുമാസത്തിൽ തിരുവാതിര എന്നാണ് അല്ലേ. ആ തണുപ്പ് കാലാണ്. സുമംഗലികൾക്കാണ് തിരുവാതിര പ്രധാനം. സുമംഗലികൾ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ. പതിപ്രീതി നേടുക എന്നതാണ് ആർദ്രാവ്രതാചരണത്തിന്റെ ലക്ഷ്യം. ആർദ്രാവ്രതം എന്ന് പറഞ്ഞാൽ തിരുവാതിര. ശ്രീപാർവതിയാണ് അവരുടെ ആരാധ്യ ദേവത. ഭർതൃപ്രീതിക്ക് ചിരകാല തപസ്സനുഷ്ഠിച്ച പാർവതിയിൽ ശിവന് അനുരാഗമങ്കുരിപ്പിച്ച രതികാമന്മാരെ പൂജിക്കുകയും അങ്ങനെ കുടുംബ സൗഖ്യം കൈവരുത്തുകയുമാണ് ആചരണം. അത് കഥയാണ് അല്ലേ. സതി മരിച്ചതിന് ശേഷം യോഗിയായി മാറിയ ശിവനെ പാർവതി തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തുകയാണ്. അപ്പോൾ പാർവതി തപസ്സു ചെയ്തിട്ട് ശിവനെ, പാർവതിയോട് പ്രണയം തോന്നണം. അതിന് കാമദേവൻ തൻ്റെ പൂവമ്പ് അത് ശിവന് നേരെ പ്രയോഗിക്കുകയും അത് അറിഞ്ഞ ശിവൻ കാമദേവനെ തൻ്റെ തൃക്കണ്ണുകൊണ്ട് ഭസ്മമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ആ ഒരു കുടുംബജീവിതത്തിന്റെ സൗഖ്യത്തിനും ഒക്കെ ആയിട്ടാണ് തിരുവാതിര. അത് ആഘോഷമാണ്. അതിൻ്റെ ഒപ്പം ഒരു പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ആലോചിച്ചറിയാം, തിരുവാതിര എന്ന് പറയുന്നത് ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഉത്സവമാണ്, ഒരു ഫെമിനിസ്റ്റ് അല്ലേ ആഘോഷമാണ്. പുരുഷന്മാർക്ക് അതിൽ വലിയ പങ്കൊന്നുമില്ല. അവർ മറ്റുള്ള ഇതുപോലെയൊന്നുമല്ല. സ്ത്രീകളുടെ സ്വതന്ത്രമായ ഒരു ലോകം അവരുടെ. അതിനോടൊപ്പം ഒരു വളരെ, അതായത് സ്ത്രീയുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന, അതോടൊപ്പം പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞ വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോവുക, തുടിച്ചു കുളിക്കുക എന്നാണ് പറയുക. കുളത്തിലൊക്കെ പോയിട്ട്, പുഴയിലോ കുളത്തിലോ ഒക്കെ തുടിച്ചു കുളിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പാട്ടും ആട്ടും ഒക്കെ ആയിട്ട്, അതായത് സന്തോഷം, തുറന്ന മനസ്സോടുകൂടി. എന്നും അടുക്കളയിലും ഒക്കെ ഒരുപാട് പണികളും പ്രാരാബ്ധങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള മനസ്സ് തുറക്കലിനും സന്തോഷിക്കാനും ആരോഗ്യം, അതുപോലെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അത്തരത്തിലുള്ള പഴങ്ങൾ, കൂവ കുറിക്കിയത് അല്ലേ, അങ്ങനെയുള്ള ചിട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനുള്ള, കൂവയൊക്കെ നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യൂട്രസിനൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു. അപ്പം അതൊക്കെ ആരോഗ്യത്തെ പരിപാലിക്കാൻ, വിശ്വാസത്തിൻ്റെ പുറത്ത് വിശ്വാസം അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം തന്നെയാണ് ഒരു പരിധിവരെ. നല്ല വസ്ത്രങ്ങൾ അണിയുക, കളികൾ, പാട്ട്, അതിൽ കൂടെ അവരുടെ മാനസിക ഉല്ലാസം, ഇതൊക്കെ അവിടെ പ്രധാനമാണ്. അശ്വതി മുതൽക്ക് പുലരാൻ കാലത്ത് തെളിവെള്ളത്തിലിറങ്ങി സുമംഗലികൾ സഖിമാരോടൊപ്പം ആടുകയും പാടുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നു. പ്രഭാതത്തിൽ ശുഭ്രവസ്ത്രാലങ്കാരച്ചേലോടെ, ശുഭ്രവസ്ത്രം എന്ന് വെച്ചാൽ വെളുത്തത്, ഊഞ്ഞാലാടുകയും കൈകൊട്ടി കളിക്കുകയും വേണം. ഇളനീർ, കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണ വിഭവങ്ങളാണ്. രാത്രിയിൽ സുമംഗല സ്ത്രീകൾ നടുമുറ്റത്ത് ഒരുമിച്ച് ചേർന്ന് ആതിരപ്പൂ ചൂടണം. പാതിരാപ്പൂ ചൂടുക എന്നാണ് പറയുക അല്ലേ. കൊടുവേലിപ്പൂവ്, അതുപോലെ പാടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വാടാമല്ലി പോലൊരു പൂവുണ്ട്. വാടാമല്ലി കണ്ടിട്ടില്ലേ, വയലറ്റ് നിറത്തിലുണ്ട, അതുപോലത്തെ അടയ്ക്കാമണി എന്നാണ് പറയുക. പാടത്ത് വരമ്പത്തൊക്കെയാണ് കിട്ടുക. അതൊക്കെയാണ് ചൂട് സാധാരണ. ദശപുഷ്പം, അതൊക്കെ ചൂട്. ഈ ചടങ്ങുകൾ ഭർത്താവോടൊത്ത് സമൃദ്ധവും സംതൃപ്തവുമായ ഗാർഹിക ജീവിതം, കുടുംബജീവിതം കൈവരുത്തുവാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. അധ്വാനിക്കുക, അനുഭവിക്കുക, ആഹ്ലാദിക്കുക എന്നതാണ് കേരളീയ ജീവിതാദർശം. നോക്കൂ, അധ്വാനിച്ചാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും യോഗവും കൂടി വേണം അല്ലേ. അതോടൊപ്പം സന്തോഷത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. അതിനനുകൂലമായ സാഹചര്യം ഇവിടത്തെ പ്രകൃതിയും പൂക്കളും മണ്ഡഋതികളും ഒരുക്കിത്തരുന്നു. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിൻ്റെ സ്വപ്നങ്ങളാണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട്, കാലം മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു ചേരുന്നു പ്രകൃതിയിൽ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞതിൽ നിന്നും എത്രയോ മാറി, എങ്കിലും ഈ പറയുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓണമുണ്ട്, തിരുവാതിരയുണ്ട്, വിഷുവുണ്ട്. അതിൻ്റെ രീതികൾക്കൊക്കെ മാറ്റം വന്നു, ചുറ്റുപാടിനുള്ള ജീവിത രീതികൾക്ക് മാറ്റം വന്നു അല്ലേ, സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. എങ്കിൽ പോലും
മാനസികമായി കുറേയൊക്കെ അതിലേക്ക് എത്താനും എല്ലാം വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കേരളീയർ. അപ്പോൾ കേരളീയരുടെ ആ ഒരു ഗ്രാമീണമായ ജീവിതം, കേരളീയ ജീവിതത്തിൽ പൂക്കൾക്കുള്ള പ്രാധാന്യം, ആഘോഷങ്ങൾക്കുള്ള പ്രാധാന്യം, അതിൻ്റെ ആവശ്യകത, കൃഷിയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ പ്രകൃതിക്ക് അതിലുള്ള സ്വാധീനം എല്ലാം പറഞ്ഞു. അപ്പോൾ പൂക്കളും ആണ്ടറുതികളും എന്ന് പറയുന്ന പാഠം ഇവിടെ അവസാനിച്ചു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പാഠം നല്ലവണ്ണം വായിക്കുക. അത് 1, 2, 3, 4 എത്ര വട്ടം വായിച്ചാലും അധികമാവില്ല. കുറച്ച് ഉറക്കെ തന്നെ വായിച്ചോളൂ. മുൻ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, പെൻസിലോ പേനയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വായിക്കുക. അപ്പം നിങ്ങൾക്ക് അക്ഷരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ചെഴുതുക. നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഉച്ചാരണങ്ങൾ ഭംഗിയാക്കാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ അക്ഷരമാല, അതിൽ വ്യഞ്ജനാക്ഷരങ്ങളെ എങ്ങനെ ഉച്ചരിക്കും എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് കണ്ടോളൂ. അത് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉച്ചാരണത്തെ കൃത്യമായി ശരിയാക്കി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കാം, എല്ലാം ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.